സ്തോത്രം. എല്ലാ കർത്താവിന്റെ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സ്നേഹനിലത്തെ അറിയിക്കുന്നു. ഹാലലൂയ. എല്ലാവരുടെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്യം വായിക്കട്ടെ. രണ്ട് തെസ്സലോനിക്കൻസ് അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. 2 തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഹാലലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഹാലലൂയ. നമുക്കെല്ലാം വളരെ വായിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു വാക്യശകലമാണ് വായിച്ചു കേട്ടത്. സ്തോത്രം. ഹാലലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്ക സഭയിലേക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഓക്കെ, സ്തോത്രം. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഹാലലൂയ. ആ ക്രിസ്തുവിന്റെ മഹത്വം അത്. രണ്ടാമത് പ്രാപിക്കുക. സ്തോത്രം. പിന്നീട് സുവിശേഷം ഘോഷിക്കുന്നതിലൂടെ. ഹാലലൂയ. നാലാമത്തെ കാര്യം, നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷിക്കപ്പെട്ട്, അപ്പൊ എന്തിങ്ങനെ പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു സെന്റൻസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. പാനിയാകാനല്ല, ഈ ലോകത്തിലെ ചിലതൊക്കെ ആയിത്തീർന്ന് ഇവിടെ ലോകത്തിന്റെ എല്ലാം അനുഭവിച്ച് സുഖിച്ച് മതിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ല. ഓഫ് കോഴ്സ് ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മ ഉണ്ടാകും എന്നുള്ള ദൈവത്തിന്റെ പ്രോമിസ് ആണ്, ഉറപ്പായിട്ട് തന്നിരിക്കും. പക്ഷെ ലോകമനുഷ്യൻ ജീവിക്കുന്ന പോലെ അതിനു വേണ്ടിയല്ല നമ്മൾ രക്ഷിക്കപ്പെടാൻ വിളിച്ചത്. ഹാലലൂയ. അല്ലെങ്കിൽ ലോകത്തിലെ ചില പൊസിഷനൊക്കെ അലങ്കരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിയെ പോലെ ജീവിപ്പാനല്ല. സ്തോത്രം. പക്ഷെ നമുക്ക് ഡീസന്റ് ആയ ലൈഫ് തന്നിട്ടുണ്ട്. അത് അധികമായി നമ്മളെ വർദ്ധിപ്പിക്കാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. പക്ഷെ അപ്പോസ്തലൻ പറയുക, നിങ്ങളെ രക്ഷയ്ക്കപ്പെടാൻ വേണ്ടി വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. സ്തോത്രം. നമുക്ക് 2 തരം മഹത്വമാണ് യേശു കർത്താവ് ക്യാരി ചെയ്യുന്നത്. ഒന്ന്, എന്റെ അഭിപ്രായമാണ്, എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒന്ന്, യേശു കർത്താവ് ദൈവമായിരുന്ന സമയത്തുണ്ടായിരുന്ന മഹത്വം, ഇപ്പോൾ മഹാദൈവമായി ആടുന്ന മഹത്വം, അതൊരു മഹത്വമാണ്. രണ്ടാമത്തെ മഹത്വം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് യേശു കർത്താവ് മേൽ വ്യാപിച്ച ദൈവിക മഹത്വം. യേശു കർത്താവ് മേൽ വ്യാപരിച്ചിരുന്ന ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. യേശു കർത്താവ് നടന്ന ഒരു തലമുണ്ട്, ഒരു മഹത്വ മണ്ഡലമുണ്ട്. ആ രണ്ട് മണ്ഡലങ്ങളാണ് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. മഹത്വ മണ്ഡലങ്ങൾ. ഒന്ന്, യേശു കർത്താവ് ദൈവമായിരിക്കുന്ന ആ ഒരു മഹത്വ മണ്ഡലം, ആ ഒരു ഗ്ലോറി ദൈവമായിരിക്കും. ദൈവത്തിന്റെ ഗ്ലോറി തലത്തിലായി ദൈവമായിരിക്കും, യേശു കർത്താവ് ആയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവ് നടന്ന ഒരു മഹത്വ മണ്ഡലമുണ്ട്, ഒരു സഞ്ചരിച്ച തലമുണ്ട്. അതിനെ ഒരു മഹത്വ തലമായിരുന്നു. സ്തോത്രം. 2 മണ്ഡലങ്ങളാണ് ഹാലലൂയ അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ എവിടേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയപ്പെടുന്ന നമ്മെ, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും എന്ന് പറയപ്പെടുന്ന നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ 2 മഹത്വങ്ങളിലേക്കും വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ യേശു കർത്താവ് സഞ്ചരിച്ച അതേ മഹത്വ മണ്ഡലത്തിൽ സഞ്ചരിക്കണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹാലലൂയ. ഒടുവിൽ നമ്മളെല്ലാം നിത്യത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം ആ ഒരു ദൈവത്തിന്റെ സാമീപ്യത്തിൽ ആ ഒരു മഹത്വ മണ്ഡലം, അതൊരു വേറൊരു തലമാണ്. അവിടെ നമ്മൾ ദൈവത്തെ പോലെ ദൈവത്തിന്റെ മക്കളായി ആ ഒരു വിരാജിക്കുന്ന ഒരു ജീവിതം കൂടിയുണ്ട്. സ്തോത്രം. പക്ഷെ അതിനു മുമ്പായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കേണ്ട ഒരു മഹത്വ മണ്ഡലമുണ്ട്. എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ മണ്ഡലങ്ങൾ തന്നെയാണ്. ഹാലലൂയ. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് കഷ്ടത അനുഭവിച്ച് നിന്നയേറ്റ് പീഡയേറ്റ് പട്ടിണി, കഷ്ടപ്പാട്, പരിദേവനം, നിലവിളി എല്ലാം അനുഭവിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ദൈവം നമുക്ക് അവിടെ ഒരു മനോഹരമായ ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ഹാലലൂയ നന്മകളും ഒരുക്കിയിട്ടുണ്ട്. യേശുവിനോട് കണ്ണീരില്ലാത്ത ലോകത്ത് നമ്മൾ അനേകം നിത്യത മുഴുവൻ ജീവിക്കുമെന്നുള്ളൊരു പഠിപ്പിലാണ് പലപ്പോഴും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എന്റെ കുഞ്ഞിനെ ഒരു വിദേശ പഠിക്കാൻ അയച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പഠിക്കാൻ അയച്ചു എന്ന് വിചാരിക്കുക. എന്റെ കുഞ്ഞ് പഠിക്കാനോ എന്തിനു വേണ്ടി അയച്ചു എന്ന് വിചാരിക്കുക. എന്റെ കുഞ്ഞ് അവിടെ ചെന്നിട്ട് കുറെ വർഷങ്ങൾ അവിടെ നരകിച്ച് കഴിക്കാനില്ലാതെ അസുഖം പിടിച്ച് ചുമച്ച് എല്ലും തോലുമായി ഒരു ഗതിയും പരഗതിയില്ലാതെ ജീവിച്ച് അവനാകപ്പാടെ വിശന്ന് കരഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രതീക്ഷ അസ്തമിച്ചവനായിട്ട് കുറച്ചു വർഷം കഴിഞ്ഞ് തിരിച്ച് എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു അപ്പനാണോ ഞാൻ? ഒരു അമ്മയോ അല്ലെങ്കിൽ അങ്ങനൊരു പേരൻസ് ആണോ നിങ്ങൾ? അങ്ങോട്ട് ചിന്ത മനസ്സിലേക്ക് ഒന്ന് വരുത്തിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഇവിടെ കിടന്ന് അരകിച്ച് അല്ലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഷ്ടം അനുഭവിച്ച്
എപ്പോഴും നിലവിളിയും കണ്ണുനീരും പരാതിയും പരിഭവവും പറഞ്ഞ് നമുക്ക് ഏതൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നു അത്തരം എല്ലാ വേദികളിൽ കടന്നുപോയി നരകിച്ചിട്ട് കുറച്ചു വർഷം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എന്നൊരു സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ, നമ്മൾ ഇവിടെ നമ്മളെ പുത്രന്മാരും പുത്രിമാരും എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ, നമ്മൾ പുത്രന്മാരെ പോലെ ദൈവത്തിനെ പോലെ വാഴുവാനാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ അതിനുവേണ്ടി ജീവിക്കേണ്ട ഒരു മഹത്വ മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ യേശു കർത്താവിനെ രക്ഷയ്ക്ക് വേണ്ടി അല്ല യേശു കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശു കർത്താവ് ജീവിച്ച എങ്ങനെയാ? യേശു കർത്താവ് എങ്ങനെയാ മഹത്വം പ്രാപിച്ചത്? നമുക്ക് ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് പോകുമ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തോടുള്ള സമത്വത്തിലിരിക്കെ ദൈവമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ താൻ താഴ്ത്തി, ഇല്ലേ? ഭയങ്കരമായ ഒരു സംഭവമാണത്. ദൈവത്തോട് സമനായിരിക്കും, ദൈവമായിരിക്കും, തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്ന ഒരു വാക്ക്. ആ ഫിലിപ്പിയ ലേഖനം 2-11 വാക്യം ഇങ്ങനെ പറയുന്നത്. ഇതല്ല, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. കാരണം നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ എനിക്ക് കഴിയുമോ, ഇത് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്കിത് കഴിയത്തില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ ചിലർക്ക് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ്. പുത്രന്മാരും പുത്രിമാരും ഒക്കെയാ, ശരിയാ, ഞാൻ പുത്രനാ പുത്രിയാ, അങ്ങനെ ഒരു ബോധ്യമുണ്ടോന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴും നമ്മൾ ദാസൻ, ഭക്തർ എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പുത്രനും പുത്രിയുമാണ്. നമ്മുടെ സ്റ്റാറ്റസ് അതാണ്. നമുക്ക് ദാസത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന, ഇല്ലേ, പുത്രത്തിന്റെ ആത്മാവിനെ അദ്ദേഹം നന്നയിക്കുന്നത്. അപ്പൊ നമ്മളാരാ? നമ്മൾ പുത്രനാണ്, നമ്മൾ പുത്രിമാരാണ്. അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ചിന്തിക്കുക, ഞാൻ എപ്പോഴും നരക ജീവിക്കേണ്ട വ്യക്തിയല്ല, ഞാൻ മഹത്വ മണ്ഡലം ജീവിക്കേണ്ട ഒരാളാണ്. ദൈവം സഞ്ചരിച്ച് യേശു കർത്താവ് ജീവിച്ച പോലെ ജീവിക്കേണ്ട ഒരാളാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക. നോക്കി, അങ്ങനെ ഒരു ബോധ്യം നമ്മൾ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അവന്റെ വാക്യം വായിച്ചിരിപ്പിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 2-11 വാക്യം വായിച്ചു നോക്കി. ഇച്ഛിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളിലുള്ള ഇത്തരം ആ പുത്രനും പുത്രിയുമാക്കി മാറ്റിയെങ്കിൽ നമ്മളിലേക്ക് ദൈവം ബൈ ഡീഫോൾട്ട് ഇത്തരം ചില ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ദൈവത്തെ പോലെ ആവുക, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നടന്നു കയറുക, ആ മഹത്വ യേശു കർത്താവ് ജീവിച്ച പോലെ ജീവിക്കുക എന്നുള്ള ചില ആഗ്രഹങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ ദൈവം ഇട്ടിട്ടുണ്ട്. അതിനെ താലോലിച്ച് വളർത്തുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹം നമ്മുടെ ആരുടെയും എഫേർട്ട് അല്ല ഇത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമുണ്ടായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്കതിനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ തമ്പുരാനാണ് നമ്മളിലേക്ക് ഈ ആഗ്രഹം വിട്ടു തന്നേക്കുന്നത്. നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് ആഗ്രഹത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ ആഗ്രഹം തിരിച്ചറിയുവാനും അതിനെ പരിപോഷിക്കുവാനുമുള്ളൊരു എഫേർട്ട് നമ്മളിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ്, അത് തുടർച്ചയായി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ മഹത്വ മണ്ഡലത്തിലേക്ക് കയറുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം, ഞാൻ പറയുന്ന ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നടക്കുന്ന മഹത്വത്തെ കുറിച്ചാണ്. ആ സ്വർഗീയ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ദൈവവുമായി ഒരുമിച്ച് ചേരുന്ന ഒരു മഹത്വ മണ്ഡലമുണ്ട്. ദൈവമായി എപ്പോഴും കണക്ട് ആയിരിക്കണം, എപ്പോഴും പറയുന്ന കാര്യങ്ങളായിരുന്നു. ബിക്കോസ് എന്റെ ആഗ്രഹമാണ് ഇതൊക്കെ. ആ ദൈവമായിട്ടുള്ള കണക്ഷൻ, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു മഹത്വ മണ്ഡലത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ നമ്മളിലേക്ക് ദൈവം ഇട്ടിട്ടുണ്ട്, ഈ ഒരു ആഗ്രഹം നമ്മളിലേക്ക് ദൈവം ഇട്ട് തന്നിട്ടുണ്ട്. അതായത് ഇച്ഛിക്കാവുന്നതും പ്രവർത്തിക്കാവുന്നതും നമ്മളല്ല തീരുമാനിക്കുന്നത്, കർത്താവാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ആ മഹത്വ മണ്ഡലത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണെന്നുള്ള ബോധ്യം. ഓഫ് കോഴ്സ് 2 മഹത്വമുണ്ട്. രണ്ടാമത്തേത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട ശേഷമുള്ള ഒരു മഹത്വമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന മഹത്വ മണ്ഡലത്തിൽ പോലെ യേശു കർത്താവ് ജീവിച്ച പോലെ, യേശു കർത്താവിന്റെ ജീവിതം ഒരിക്കൽ പോലും ഒരു കാര്യത്തെ കുറിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് കൂടി BP കൂടി ഹോസ്പിറ്റലിൽ പോയി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലേ? നമ്മളൊക്കെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് കൂടി അങ്ങോട്ട് BP അടിച്ച് അല്ലെങ്കിൽ ചിന്ത ഭാരത്താൽ വിഷമിച്ച് വേദനിച്ച് വിയർത്ത് അകപ്പാടെ വശക്കേടായി ജീവിക്കുന്ന ഒരവസ്ഥയെ പലപ്പോഴും നമ്മൾക്ക് അനുഭവിക്കാനുള്ളത്. നമുക്ക് ടെൻഷനാണ് പല കാര്യങ്ങളും. ഇന്നല്ലെങ്കിൽ ഇത് ആ വിഷയം, ഈ വിഷയം, അല്ലെങ്കിൽ നാളത്തെ വിഷയം, നാളത്തെ വിഷയം, അടുത്ത മാസം എന്തോ, അടുത്ത വർഷം എന്തോ, 10 വർഷം എന്തായി എന്നൊക്കെ ചിന്തകളാണ്, ഫുൾ ചിന്തകളാണ്. പക്ഷെ അതൊന്നുമല്ല, ദൈവം നമ്മളെ കുറിച്ച് അങ്ങൊന്നും ആഗ്രഹിക്കുന്നേ ഇല്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ മഹത്വം ജീവിക്കണം എന്നുള്ളതിനെ ചിന്തിക്കുക. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനെ പോലെ എങ്ങനെയാകും, നാളെ കുറിച്ച് ഓർത്ത് പറയുകയാണല്ല, എനിക്ക് ദൈവരാജ്യത്തെ എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും എങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകും,
ദൈവത്തിന്റെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ള കാര്യങ്ങൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ കൊടുത്ത് നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മൾ ഈ മഹത്വ മണ്ഡലത്തിലേക്ക് കയറി പോകുന്നത്. അത് നമ്മുടെ എഫേർട്ടല്ല, ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നമ്മൾക്ക് അത്തരം അതിനുവേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ ചില എഫേർട്ടുകൾ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് ആവശ്യമാണ്. ഇറങ്ങി വരുന്ന കർത്താവിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും എല്ലായിടത്തും. അവരുടെ ദിവസങ്ങളിൽ അത്തരം ഒരു ആഗ്രഹം നമ്മളുള്ളതിനെ തിരിച്ചറിയുവാനും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനും തക്കണം ആഹ്വാനം ചെയ്തുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. ഒറ്റ വാക്ക് നമ്മുടെ സാക്ഷി പറയുമ്പോൾ നമുക്ക് ഈ 7:30 തന്നെ മീറ്റിംഗ് നിർത്തേണ്ടത് ഏറ്റവും ആവശ്യമുള്ള. കാരണം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ പനിയാണ്, ഒരാളെ പോകുന്നുള്ളൂ. പിന്നെ നമ്മുടെ ജനമിച്ചിയോടുണ്ട്, പരിഹസിന്റെ അവിടെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ഇടയ്ക്കൽ നിർത്തിയെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി സ്കൂളിൽ ഇടാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും അധികമായി പറയാനുണ്ടെങ്കിൽ നമുക്കത് വാട്സപ്പിൽ നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ പിന്നീട് ശനിയാഴ്ച നമ്മൾ മെസ്സേജ് പറയുന്നില്ല, നമുക്കന്ന് സംസാരിക്കാനുള്ള സമയം, പ്രാർത്ഥന വിഷയം പറയുവാനുള്ള സമയം, സ്കൂൾ സമയം എടുത്ത് സംസാരിക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ദിവസം നമുക്ക് വന്ന് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ പ്രാർത്ഥന വിഷയം വളരെ ചുരുങ്ങിയ വാചകങ്ങൾ ഒരു 1/2 മിനിറ്റൊക്കെ എടുത്ത് പറഞ്ഞു നിർത്തിയാൽ എല്ലാവർക്കും അത് നന്നായിരിക്കും. അത് ആർക്കും വിഷമം തോന്നരുത്. നമുക്കത് നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് അങ്ങനെ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു നിർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടെ ആ സമയത്ത് തന്നെ നമുക്ക് മടങ്ങി പോകാനും ദൈവം സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.